നിൽക്കുന്നത് ഇവിടെ ഫിഷ് മാർക്കറ്റിലാണ്. ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട്, പക്ഷേ അവർക്ക് കൃത്യമായ ഒരു ടോയ്ലറ്റ് സൗകര്യമില്ല എന്ന് പറയുന്നു. 13 വർഷമായിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനം, ഒരു മാർക്കറ്റിൻ്റെ സ്ഥലം അത് ഇനി ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ പൊതുവെയുള്ള പ്രശ്നം? കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്രദേശങ്ങൾ തീർച്ചയായും വികസനങ്ങളൊക്കെ റോഡ് കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. പക്ഷേ കാസർഗോഡ് നഗരത്തിലെത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നഗരത്തിൽ ഗതാഗത കുരുക്ക്. ഇപ്പോൾ ഈ മാർക്കറ്റ് തന്നെ അതിന് ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. 2013 കെ ബാബു മന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്ന് തോന്നുന്നു ഈ ഫിഷ് മാർക്കറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിൽ ടോയ്ലറ്റ് സൗകര്യമില്ല, മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മത്സ്യവിപണന തൊഴിലാളികളുണ്ട്, അവർ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ നമ്മോട് പറഞ്ഞു, മാറ്റത്തിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു മാറ്റം വേണമെന്നുള്ളൊരു ആഗ്രഹം പറയുന്നുണ്ട്. പക്ഷേ കാസർഗോഡ് മാറുമോ എന്നുള്ളൊരു സംശയമാണ്. കാരണം കാസർഗോഡിൻ്റെ ചരിത്രം അങ്ങനെയാണ്. 50 വർഷമായി മുസ്ലിം ലീഗ് ജനപ്രതിനിധികളാണ്. അതിനു മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്രം ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റൊരു മുന്നണി ഇവിടെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ സത്യം. നമ്മൾ കൗതുകമുള്ള ഒരു കാര്യം, 8 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്, അതിൽ 5 ഭരിക്കുന്നത് BJP ആണ്. മധൂർ പഞ്ചായത്ത് 50 വർഷമായി BJP ഭരിക്കുന്നു. കാറടുക്ക, വെള്ളൂർ, വതിയെടുക്ക, കുമ്പടാജ പഞ്ചായത്തുകളും BJP ആണ് ഭരിക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്നൊരു കാര്യം. കാസർഗോഡ് നഗരസഭ UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. ചെങ്കള പഞ്ചായത്ത് UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തും UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. ചെങ്കളയിലെത്തുമ്പോഴാണ് വോട്ട് കണക്കിലാകെ ഒരു മാറ്റം വരുന്നത്. ആ മാറ്റം ഇത്തവണ ഒരു മാറ്റം LDF പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ ചെങ്കള ഡിവിഷനിൽ നിന്നാണ് ഷാനവാസ് പാദൂർ LDF സ്വതന്ത്രനായി ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ ചെങ്കള പഞ്ചായത്തിൽ ഒരു മാറ്റമുണ്ടാകുമെന്നാണ് LDF കരുതുന്നത്. എത്രമാത്രം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആ രീതിയിൽ LDF ഇത്തവണ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ അല്പം പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലമാണ്. നമുക്കിവിടെ കുറേ ആൾക്കാരുണ്ട്. എന്താണ് അവസ്ഥ? LDF വരും. കാസർഗോഡ് മണ്ഡലത്തിൽ സാധാരണ LDF ആണ്, മത്സരത്തിലില്ലല്ലോ, 3ാം സ്ഥാനത്തല്ലേ? അങ്ങനെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെ, സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് LDF തന്നെ വരെ മുന്നേറ്റം കയറാൻ വേണ്ടി. ഈ കഴിഞ്ഞ സർക്കാരിനെ കുറിച്ച് എന്താ ഒരു വിലയിരുത്തൽ പറഞ്ഞാൽ എല്ലാവർക്കും പെൻഷനെല്ലാം കൊടുക്കുന്നത് കൊണ്ട് നല്ലൊരു കാര്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അത് കൂടുതൽ വിജയിപ്പിക്കും തന്നെ ഒരു നിശ്ചയം. ശരി ചേട്ടൻ, എന്തായാലും LDFന് കൂടെ LDF ജയിക്കാൻ സാധ്യത എന്നാണ് പറയുന്നത്. ചേച്ചി തെരഞ്ഞെടുപ്പല്ലേ ഇല്ലേ? ഇലക്ഷൻ എന്താ പറയാന്, ഒട്ടും ചൂടില്ലേ? വോട്ടുണ്ട്. ജയിക്കുന്ന നമ്മളെ സ്ഥാനാർത്ഥിയില്ലേ, UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. കഴിഞ്ഞ വർഷം 13,000 വോട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം 18,000 വോട്ടിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. LDF ഇത്തവണ ഇവിടെ ത്രികോണ മത്സരം എന്ന് പറയുന്നത്, LDF നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത് ചിത്രത്തിലേ ഇല്ലാത്തൊരു കഥയാണ്. ഇവിടെ ചിത്രത്തിലേ ഇല്ല അങ്ങനത്തെ സ്ഥാനാർത്ഥിയും. പാതൂർ പിന്നെ അയാളായിട്ട് ഇവിടെ ആയിട്ട് ബന്ധമില്ല. ഇവിടെ ഉറച്ച ലീഗിന്റെ കോട്ടയാണ്, ലീഗിന്റെ ഉറച്ച കോട്ടയാണ്. ഇത് തകർക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. 18,000 വോട്ടിന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ശരി, നമുക്ക് കുറച്ച് ആളുകളിലേക്ക് കൂടി ചോദിക്കാം. പറഞ്ഞല്ലോ നേരത്തെ ലൈബ്രറി ഉണ്ടായിരുന്നു. LDF ഷാനവാസ് പാദൂർ ഒരു മാറ്റം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഷാനവാസ് പാദൂർ വരണം ആഗ്രഹിക്കുന്നത്. ശരി, നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോകാം. എവിടെയാണ് ചേച്ചി? തിരക്കാണെന്നറിയാം. ഇതെവിടുന്ന? നല്ല ഫ്രഷ് മീനാണല്ലോ. എഴുന്ന കാസർഗോഡ് മാർക്കറ്റ് നല്ല ഫ്രഷ് മീനുണ്ട്, എല്ലാം ഉണ്ട്. ഇലക്ഷന്റെ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ കൂടെ എങ്ങനെയുണ്ട്? കാസർഗോഡ് ആര് ജയിക്കും? നമുക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. കാസർഗോഡ് ഇപ്രാവശ്യം കലക്ടർ ഒരുപാട് പേർക്കേണ്ടി വരും. ഷാനവാസ് പാദൂറാണ് എതിരാളിയായിട്ട് മുഖ്യമായിട്ട് നിൽക്കുന്നത്. കാസർഗോഡ് ഇപ്രാവശ്യത്തെ വോട്ട് നല്ല രീതിക്ക് ന്യൂനപക്ഷത്തിന്റെ ഡിവൈഡ് ആവാനാണ് ചാൻസസ് കൂടുതലുള്ളത്. BJP ജയിക്കാൻ സാധ്യതയുണ്ടോ? ന്യൂനപക്ഷ ചാൻസസ് കുറവാണ്. എന്നാലും ഫൈറ്റ് ഷാനവാസ് പാദൂറും കലക്ടറും തമ്മിൽ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ അടിസ്ഥാന വികസനത്തിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് പോയെങ്കിൽ കുളിക്കാണ്ട് പിന്നെ നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. അത്രത്തോളം വെറും ഇതുവരെ വികസനം ഉണ്ടായിട്ടില്ല മാർക്കറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ
ടോയ്ലറ്റ്, നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കുള്ള ടോയ്ലറ്റ് കാര്യങ്ങൾ, ഇതൊന്നും ഭയങ്കര പിന്നോക്കമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. ശരി, അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടല്ലോ. സാധാരണ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ LDF എന്ന പേര് നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. സാധാരണ വളരെ പിറകിൽ 3-ാം സ്ഥാനത്ത് ദുർബലമായ ഒരു സാന്നിധ്യമായിരുന്നു. അതിലൊരു മാറ്റം വരുത്താൻ പറ്റിയെന്നതാണ് ഇത്തവണത്തെ കാസർഗോഡ് മണ്ഡലത്തിന്റെ മത്സരചിത്രത്തിൽ വന്ന മാറ്റം. അത് പൊതുവെ ഈ മണ്ഡലത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിനെ മാറ്റിയിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.